SIR പരിഷ്കരണം മുസ്ലിം ജനവിഭാഗത്തെ ബോധപൂർവം ഒഴിവാക്കാനുള്ള മോദിയുടെ തന്ത്രമെന്ന് DYFI മുൻ സംസ്ഥാന സെക്രട്ടറി T ശശിധരൻ. LDYF അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാറ്റാടിയിൽ സംഘടിപ്പിച്ച യുവജന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. SIR വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ നടക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തെ ബോധപൂർവം ഒഴിവാക്കാനുള്ള നരേന്ദ്രമോദിയുടെ തന്ത്രമാണെന്ന് DYFI മുൻ സംസ്ഥാന സെക്രട്ടറി T ശശിധരൻ അഭിപ്രായപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് LDYF അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാറ്റാടിയിൽ സംഘടിപ്പിച്ച യുവജന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ 16 കോടി മുസൽമാൻ ഇന്ത്യൻ പൗരന്മാരല്ല. അവർക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ താമസിക്കാം. ഇപ്പൊ ബംഗാളി ഇന്ത്യ വന്ന് താമസിച്ചാൽ ആളെ ഓടിച്ചിട്ട് കൊല്ലണം. അവർക്ക് വോട്ടവകാശമുണ്ടോ? ഇല്ല. അവർക്ക് വീടിന്റെ നമ്പർ കിട്ടോ? ഇല്ല. അവർക്ക് കറണ്ട് കിട്ടാൻ വല്ല അവകാശമുണ്ടോ? ഇല്ല. അവർക്ക് അത്യാവശ്യമായി അവരുടെ വിനോദ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ അവകാശമുണ്ടോ? ഇന്ത്യയിലെ 16 കോടി മുസ്ലിങ്ങളും ഭാവി അതാണ് പൗരത്വ ഭേദഗതി ബില്ലിനെ മാറ്റിക്കൊണ്ടുവരണം. അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. ഇങ്ങനെ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആരാ നടത്തുന്നത്? ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ ആരുടെ കീഴിലാണ്? മോഡിയുടെ കീഴിൽ. മോഡി എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ പാർട്ടിയുടെ നേതാവ്, മോഡിയുടെ കീഴെ പ്രവർത്തിക്കുന്ന BJPയുടെ ചെറിയ നേതാവ് ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് ജയിപ്പിക്കണം. 74 ലക്ഷം പോയപ്പോ ബീഹാറിൽ RJDക്ക് 60-70 സീറ്റ്. വോട്ടർ പട്ടിക പരിഷ്കരണം മൂലം ഇന്ത്യയിലെ 16 കോടി മുസ്ലിം ജനത ഇന്ത്യൻ പൗരന്മാർ അല്ലാതാവുമെന്നും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും മോദിയുടെ B ടീം പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ നിന്നും മത്സരിക്കുന്നവരെ യുവജന സംഗമത്തിൽ വച്ച് ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. AISF നേതാവ് ജിനു ശങ്കർ അധ്യക്ഷത വഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജില്ലാ പഞ്ചായത്ത് മടിക്കൈ ഡിവിഷൻ സ്ഥാനാർത്ഥി K സബീഷ്, പെരിയാർ ഡിവിഷൻ സ്ഥാനാർത്ഥി KK സോയ, ബ്ലോക്ക് പഞ്ചായത്ത് മടിയൻ ഡിവിഷൻ സ്ഥാനാർത്ഥി PK മഞ്ജിഷ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി VV തുളസി, ശിവജി വെള്ളിക്കോത്ത്, ഹരിത നാലപ്പാടം, MV രാഘവൻ എന്നിവർ സംസാരിച്ചു. DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി V ഗിനീഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.